അങ്ങനെ അതും സംഭവിച്ചു. ഞാനും പ്രണയത്തിൻ്റെ ട്രാക്കിലേക്ക്. ഇവളൊരു പെറ്റ് ലവറാണ്, ഒരു പട്ടിക്കുട്ടിയുണ്ട്, അത് മതി, അത് വെച്ച് ഞാൻ അവളെ ഇമ്പ്രസ് ചെയ്തോളാം. അതിനുള്ള ഓട്ടത്തിലാണിപ്പോൾ. എന്നാൽ പിന്നെ ഇവനെ അങ്ങ് കൊടുത്ത് ഇമ്പ്രസ് ചെയ്യാൻ വെച്ചു. ഇതിലവളെ വെക്കും. പക്ഷേ ഇതെൻ്റെ കിഡ്നി തൊട്ട പ്രണയമായി പോകും. അത് വേണ്ട. എന്നാൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. ഇതിലവൾ ഉറപ്പായിട്ട് വെക്കും. അത്രയ്ക്ക് ക്യൂട്ടാണ് ഇവന്മാർ. ഇതിനെ ഒന്നിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ലൈക്ക് ആയില്ലേ? ഇനി കളർഫുൾ സാധനങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് ഒറാണ്ട ഗോൾഡ് ഫിഷ്. ഇവന്മാരൊക്കെ എവിടെയാണെന്നല്ലേ? രാമനാട്ടുകരയുള്ള നമ്മുടെ സ്വന്തം ജോസ് ഫാമിൽ. ഇവന്മാരെല്ലാം തായ്ലാൻഡ് ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇവന്മാർക്കുണ്ട്. ഇതിലവൾ വെകും. അത്രയ്ക്ക് ക്യൂട്ടാണ് ഇവന്മാർ. ഇത്രയും നേരം ബ്ലാങ്കായി നിന്നൊരു അക്വേറിയം എത്ര പെട്ടെന്ന് ബ്യൂട്ടിഫുൾ ആയത്. ഇത് മതി. ഇതുപോലൊരു അക്വേറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒറാണ്ട ഗോൾഡ് ഫിഷ്. തലയിലൊരു തൊപ്പിയൊക്കെ കണ്ടില്ലേ? ക്യൂട്ട്നെസ് വാരി വിതറാൻ ഇവന്മാർ ബെസ്റ്റാണ്. ഇവന്മാരെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം. അവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവന്മാരെല്ലാം തായ്ലാൻഡിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന പീസസാണ്. ഇവന്മാരുടെയൊക്കെ ക്വാളിറ്റി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? ഇവന്മാർക്കെല്ലാം ഓരോ കളർ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ലൈക്കാവും. ഒരു കളർഫുൾ അക്വേറിയം അതല്ലേ എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനൊരു അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിതിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നു? ഉറപ്പായിട്ടും കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. കാരണം നമ്മളെല്ലാം പിടിച്ചു നിർത്താനുള്ള എന്തോ ഒരു കഴിവ് ഇവന്മാർക്കുണ്ട്. ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ കാണുന്ന ടൈമിൽ ഏതെടുക്കും? അതാണ് എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ. എനിക്കത് തന്നെയാണ് പ്രശ്നം. ഇവന്മാരെ കണ്ടിട്ടാണെങ്കിൽ ഇവിടുന്ന് പോകാനും തോന്നില്ല. എന്താ ചെയ്യുക? നിങ്ങളെപ്പോലെ ഞാനൊരു മീൻഭ്രാന്തനായി പോയില്ലേ? അല്ലെങ്കിൽ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുപിടി ഇരിക്കും. നിങ്ങളൊരു പെറ്റ് ലവർ തന്നെയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ഫാമിലി ഇവന്മാർ മാത്രമല്ല, ഇമ്പോർട്ടഡ് ജാപ്പനീസ് കോയ് കാർപ്പുണ്ട്. ഒരു കിട്ടില്ലം ഫാമാണിത്. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം. ഇവന്മാരൊക്കെ അക്വരത്തിൽ നിന്ന് കണ്ട സമയത്ത് ഇവന്മാരുടെ സൈസ് മനസ്സിലായില്ലല്ലോ. എന്നാൽ ഇവന്മാർക്ക് അത്യാവശ്യം നല്ല സൈസാണ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കയ്യിലേക്ക് ഫുള്ളായിട്ട് ഇവന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവന്മാർ ബ്രീഡിംഗ് സൈസാണ്. ഇതിൽ കുറേ എണ്ണത്തിന് എഗ്ലോഡായ ടീംസും ഉണ്ട്. ഇവന്മാർ ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ലൈക്കായി. എൻ്റെ പൂക്കിക്ക് ലൈക്കാവും. സംഭവം നിങ്ങൾക്കും ലൈക്കായിട്ടില്ലേ? നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവന്മാരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവന്മാരുടെ തലയിൽ വരുന്ന ആ ക്രൗൺ ഷേപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവന്മാരുടെ ടെയിൽ ക്വാളിറ്റി എങ്ങനെ നോക്കിയാലും ഇവന്മാരെ നല്ല അട്രാക്റ്റീവാണ്. അതുപോലെ ഇവന്മാരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എയറേഷൻ, ഒരു ഫിൽട്രേഷൻ, അതുപോലെ ഒരു ഹീറ്ററും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഫിഷിനെ ആക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ ഇവന്മാർക്ക് ഇവിടെ കൊടുക്കുന്ന ഫുഡ് ഒപ്റ്റിമിയ ഹൈപ്രോ ആണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ആവശ്യം വന്നാലോ. ദൈവനെയൊക്കെ കണ്ടില്ലേ? നല്ല എഗ്ഗിലോടെ നിൽക്കുക. നമ്മൾ വന്ന വിഷയത്തിൽ നിന്ന് തന്നെ മാറി. ശരിക്കും ഇവിടേക്ക് വരുന്ന സമയത്ത് അവളെയും കൂട്ടി വന്നാൽ മതി. കുട്ടിക്ക് പട്ടിക്കുട്ടികളെ മാത്രമാണോ അല്ലെങ്കിൽ ഇവന്മാരെ ഇഷ്ടമാവുമെന്ന് അറിയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ, കുട്ടിക്ക് ഇത് ഇഷ്ടമാവും? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി വെച്ചത്. ഇതിൽ നിങ്ങളെ വിദഗ്ധരുടെ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട്. അതാണ്. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് രാമനാട്ടുകര ഇടിമുഴിക്കലാണ്. ജാപ്പനീസ് കോയ് കാർപ്പാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അതും ഇമ്പോർട്ടഡ്. അതുപോലെ തായ്ലാൻഡിൽ നിന്ന് വന്ന ഇവന്മാരും ഉണ്ട്, കോയ് ഫിഷും ഉണ്ട്. എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പോകുന്നതറിയില്ല. സംഭവം സത്യമാണ്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ ഇവിടെ നിന്ന് പോകാൻ തോന്നുക? അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം സെറ്റല്ലേ?